നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് വാഹനങ്ങളിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. പെരുമ്പിലാവ് സ്വദേശിനി 17 വയസ്സുള്ള റിയ ഫാത്തിമ, അയ്യമ്പറമ്പ് സ്വദേശിനി 70 വയസ്സുള്ള തങ്കമണി എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ 14 പേർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. ജീവൻ രക്ഷാപ്രവർത്തകനായ രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ്. ചാവക്കാട് വരെ രാജേഷിന്റെ മൃതദേഹം എത്തിച്ചത് ഫ്രീസറില്ലാത്ത ആംബുലൻസിൽ. ദീർഘദൂര യാത്രയ്ക്കൊടുവിൽ മൃതദേഹം അഴുകിയ നിലയിലായതോടെ അടിയന്തരമായി ഫ്രീസർ സംവിധാനത്തിലേക്ക് മാറ്റിയത് ചാവക്കാട് വെച്ച്. സംഭവത്തിൽ പ്രതിഷേധം ഉയരുന്നു. വടക്കേക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ സാമ്പത്തിക പ്രതിസന്ധി. നിക്ഷേപകർക്ക് യാതൊരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ബാങ്ക് പ്രസിഡന്റ് അഷ്റഫ് തറയിൽ. ബാങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് തരണം ചെയ്തു വരികയാണെന്നും ഇതിനായി ഭരണസമിതി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു വരുന്നതായും ബാങ്ക് പ്രസിഡന്റ്. വാർത്തകൾ വിശദമായി. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് വാഹനങ്ങളിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. 14 പേർക്ക് പരിക്കേറ്റു. പെരുമ്പിലാവ് സ്വദേശിനി 17 വയസ്സുള്ള റിയ ഫാത്തിമ, അയ്യമ്പറമ്പ് സ്വദേശിനി 70 വയസ്സുള്ള തങ്കമണി എന്നിവരാണ് മരിച്ചത്. മരിച്ച ഫാത്തിമ ഇക്കോവാനിലെ യാത്രക്കാരിയാണ്. തങ്കമണി മരുമകൻ ജോബിയുടെ ബൈക്കിന് പിന്നിലിരുന്ന് അയ്യമ്പറമ്പിലുള്ള വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടത്തിൽപ്പെട്ട് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ ബൈക്ക് യാത്രികൻ കാണിപ്പയൂർ സ്വദേശിയും എടപ്പാൾ റീഗൽ ജ്വല്ലറിയുടെ മാനേജറുമായ ജോബിയെ അമല ആശുപത്രിയിലും, റിയ ഫാത്തിമയ്ക്കൊപ്പം ഇക്കോവാനിൽ ഉണ്ടായിരുന്ന ചാലുശ്ശേരി സ്വദേശി നസീമയെ അങ്കമാലി അപ്പോളോ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ജോബിക്ക് കൈകാലുകൾക്ക് ഗുരുതര പരിക്കുണ്ട്. ഇന്നുച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടമുണ്ടായത്. കുറ്റിപ്പുറത്തു നിന്നും തൃശൂരിലേക്ക് സർവീസ് നടത്തുന്ന അലങ്കാർ ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. കുന്നംകുളത്തെ താഴത്തെ പമ്പുടമ അബിയുടെ വീടിന്റെ ഗേറ്റും മതിലും തകർത്താണ് ഇടിച്ചു നിന്നത്. അപകട സമയത്ത് വീട്ടുമുറ്റത്ത് ആളുകളില്ലാതിരുന്നത് ദുരന്തത്തിന്റെ ആഘാതം കുറച്ചു. കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് അമിത വേഗതയിൽ വരികയായിരുന്ന സ്വകാര്യ ബസ് എതിരെ വന്ന സ്വിഫ്റ്റ് കാറിനെ വെട്ടിച്ചതിനെ തുടർന്നാണ് നിയന്ത്രണം നഷ്ടപ്പെട്ടത്. തുടർന്ന് കാറിലിടിച്ച ബസ് മുന്നിലുണ്ടായിരുന്ന ഇക്കോവാൻ, ഓട്ടോറിക്ഷ, ബൈക്ക് എന്നിവയിൽ തുടരെ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ 14 പേർ കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി, ദയ റോയൽ ആശുപത്രി എന്നിവിടങ്ങളിൽ ചികിത്സയിലാണ്. അപകട വിവരമറിഞ്ഞ് കുന്നംകുളം MLA AC മൊയ്തീൻ, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, മറ്റ് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ തുടങ്ങിയവർ സംഭവ സ്ഥലത്തെത്തി. ബസ് അമിത വേഗത്തിലായിരുന്നു എന്ന് അപകടത്തിൽപ്പെട്ട ഓട്ടോ ഡ്രൈവർ പറഞ്ഞു. തന്റെ വാഹനം കുന്നംകുളത്ത് നിന്നും കുറ്റിപ്പുറം റൂട്ടിൽ പോവുകയായിരുന്നു. അതിനിടയിലാണ് നിയന്ത്രണം വിട്ട ബസ് തന്റെ വാഹനത്തിൽ ഇടിച്ചതെന്നും വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇട്ടിട്ട് ആ കാറ് നേരെ ബൈക്കുണ്ടായിരുന്നു. ആ ബൈക്കിന് ഒക്കെ ഇങ്ങോട്ട് വരുന്ന എല്ലാവരും ഇങ്ങോട്ട് പറഞ്ഞോരാ. അങ്ങോട്ട് പോണവരോ ആരുമില്ല, ഇങ്ങോട്ട് പോണവരോ ആരുമില്ല. ആ ബസ് നല്ല സ്പീഡ് തന്നെ പറഞ്ഞത് തല്ലി കൊല്ലാൻ ആളില്ല. ആക്സിഡന്റ് ഒരുപാട് പറഞ്ഞത് തന്നെ. എനിക്ക് ചെറിയ പരിക്കുള്ളൂ. വണ്ടിയിൽ വണ്ടി കയ്യുമ്മ ചെറിയതില്ല. അത് പോയി. അവർക്ക് വല്ല കുഴപ്പമുണ്ടാവില്ല. വടക്കേക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ സാമ്പത്തിക പ്രതിസന്ധി. നിക്ഷേപകർക്ക് യാതൊരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ബാങ്ക് പ്രസിഡന്റ് അഷ്റഫ് തറയിൽ. നിക്ഷേപ കൂട്ടായ്മ രൂപീകരിച്ച പ്രതിഷേധത്തിനായി ഒരുങ്ങുന്ന സാഹചര്യത്തിൽ മാധ്യമ വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ബാങ്കിനെ തകർക്കുവാൻ വേണ്ടി ചില രാഷ്ട്രീയ പ്രേരിത ശക്തികൾ മെനയുന്ന തന്ത്രങ്ങളാണ് ഇതെന്നും ഇതിൽ നിക്ഷേപകർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. വടക്കേക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചവർക്ക് നിക്ഷേപ തുകയും പലിശയും ലഭിക്കുന്നില്ലെന്നും നിക്ഷേപകർ സംഘടിതമായി പ്രതിഷേധത്തിനായി ഒരുങ്ങുന്നു എന്നായിരുന്നു പ്രചരണം. ബാങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് തരണം ചെയ്തു വരികയാണെന്നും ബാങ്ക് ഭരണസമിതി ഒറ്റക്കെട്ടായി ഒപ്പമുണ്ടെന്നും അഷ്റഫ് തറയിൽ പറഞ്ഞു.
ജീവൻ രക്ഷാപ്രവർത്തകനായ രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ്. ചാവക്കാട് വരെ രാജേഷിന്റെ മൃതദേഹം എത്തിച്ചത് ഫ്രീസറില്ലാത്ത ആംബുലൻസിൽ. പ്രളയക്കെടുതിയിൽ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ലൈഫ് ജാക്കറ്റ് അഴിച്ചു നൽകി വീരമൃത്യു വരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ മൃതദേഹത്തോട് കാണിച്ച അധികൃതരുടെ അനാദരവിൽ പ്രതിഷേധമുയരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് രാജേഷിന്റെ മൃതദേഹം ഫ്രീസർ സൗകര്യമില്ലാത്ത ആംബുലൻസിലാണ് ചാവക്കാട് വരെ എത്തിച്ചത്. ദീർഘദൂര യാത്രയ്ക്കൊടുവിൽ മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെ ചാവക്കാട് വെച്ച് അടിയന്തരമായി ഫ്രീസർ സംഘടിപ്പിക്കുകയും മൃതദേഹം ഏങ്ങണ്ടിയൂർ റീലൈഫ് ആംബുലൻസിലേക്ക് മാറ്റുകയും ചെയ്തു. റീലൈഫ് ആംബുലൻസ് ഡ്രൈവർമാരായ മുഹമ്മദ് തൻവീർ, മുഹമ്മദ് നിയാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പിന്നീട് മൃതദേഹം കൊണ്ടുപോയത്. ആലപ്പുഴയിലെ വെള്ളക്കെട്ടിലൂടെ സർവീസ് നടത്തിയതിനെ തുടർന്ന് ഈ ആംബുലൻസ് രാവിലെ 7 മണിയോടെ പന്തളത്തെത്തിയപ്പോഴേക്കും പ്രവർത്തനം നിലച്ചു. തുടർന്ന് മറ്റൊരു ആംബുലൻസ് എത്തിച്ച് മൃതദേഹം ഇവരുടെ ഫ്രീസറിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. പിന്നീട് ഈ ആംബുലൻസ് തിരിച്ച് വൈകിട്ട് 5 മണിക്കെത്തി ഫ്രീസർ എത്തിച്ചതിന് ശേഷമാണ് തൻവീറും നിയാസും മടങ്ങിയത്. ഡ്രൈവർ നിയാസാണ് എന്നെ കോൺടാക്ട് ചെയ്യണത്. അത്യാവശ്യമായിട്ട് ഫ്രീസർ റെഡിയാക്കി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു രാത്രി ഒരു 1 മണി 1:30 കോൾ വരുന്നത്. അപ്പോൾ തന്നെ ഒരു 4 പേരെ കൂട്ടിയിട്ട് ഫ്രീസർ കയറ്റിയിട്ട് കൊടുന്നു. ഫ്രീസർ കയറ്റിയിട്ട് ഹയാത്ത് ഹോസ്പിറ്റലിൽ നിന്നാണ് മാറ്റുന്നത്. ഹോസ്പിറ്റലിൽ കോമഡിയിൽ നിന്ന് ബോഡി മാറ്റുന്നത്. അപ്പോൾ തന്നെ ബോഡിയുടെ കണ്ടീഷൻ മോശമായിരുന്നു. അത്യാവശ്യമായിട്ട് അഴുകിയ നിലയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്രീസറിലേക്ക് വേഗം മാറ്റി കയറ്റിയിട്ട് ഇവിടുന്ന് പോകാനുണ്ടായത്. ഒരിക്കലും ഇത്ര ദൂരത്തേക്ക് ഇങ്ങനെയൊന്നും ബോഡി കൊണ്ടുപോകാറില്ല ആരും. സ്വാഭാവികമായി മരിച്ചാൽ പോലും ഫ്രീസറില്ലാണ്ട് ഇത്ര ദൂരം പോകാറില്ല. പിന്നെ പന്തളം വരെയാണ് നമ്മൾ അവിടെ എത്തിച്ചത്. പന്തളത്തു നിന്ന് നമ്മൾ സെൻറ് തോമസ് എന്നുള്ള വേറെ ആംബുലൻസ് അറേഞ്ച് ചെയ്തിട്ട് അതിലാണ് കയറ്റി വിട്ടത്. ആലപ്പുഴയിൽ വെള്ളപ്പൊക്കം കാരണം നമ്മൾ വണ്ടി വെള്ളത്തിൽ ഓടിയിട്ട് ക്ലച്ച് അങ്ങനെ കംപ്ലൈൻ്റ് ആയ ഒരു അവസ്ഥയിലുണ്ടായിരുന്നു. വണ്ടി വഴി നിൽക്കേണ്ട അവസ്ഥ തന്നെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു വേറെ വണ്ടി. ഗുരുവായൂരിൽ 2 വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. 2 കടകളിലുമായി 35,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ പറഞ്ഞു. തൈക്കാട് പള്ളി റോഡിലെ അവിൽ പ്രോ ജ്യൂസ് കടയിലും മാവിൻ ചുവട്ടിലെ KM ഫ്രൈഡിലുമാണ് മോഷണം നടന്നത്. അവിൽ പ്രോയിൽ നിന്നും 15,000 രൂപയും KM ഫ്രൈഡിൽ നിന്ന് 1000 രൂപയുമാണ് നഷ്ടപ്പെട്ടത്. രാവിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് മോഷണം നടന്നത് അറിയുന്നത്. 2 കടകളുടെയും മുൻവശത്തെ ചില്ല്, വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയിട്ടുള്ളത്. പൂട്ടുകൾ തകർത്തതിൽ 20,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഇരു കടകളുടെയും ഉടമയായ KK ജോസഫ് ബാബു അറിയിച്ചു. പുലർച്ചെ 2:50 KM ഫ്രൈഡിലാണ് ആദ്യം മോഷ്ടാക്കൾ എത്തിയത്. 2 കടകളിലെയും മോഷണ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. 2 പേരാണ് 2 കടകളിലും കയറിയിട്ടുള്ളത്. മുഖം മറച്ചെത്തിയ ഒരാൾ അകത്ത് കയറുന്നതും ഒരാൾ പുറത്തു നിൽക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കേച്ചേരി സെന്റർ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കൽ നടപടി ദ്രുതഗതിയിലാക്കണമെന്നാവശ്യപ്പെട്ട് മണലൂർ MLA പ്രൊഫസർ C. രവീന്ദ്രനാഥ് മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു. മണലൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട സുപ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് MLA മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചത്. മണലൂർ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട 3 അടിയന്തര വികസന ജനകീയ ആവശ്യങ്ങളാണ് പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA നിവേദനത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഗുരുവായൂർ ശബരിമല തീർത്ഥാടകരടക്കം ആയിരക്കണക്കിന് ആളുകൾ ദിനംപ്രതി ഉപയോഗിക്കുന്ന പ്രധാന ജംഗ്ഷനായ കേച്ചേരി സെന്ററിന്റെ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. പദ്ധതിയുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തിനായി ആവശ്യമായ ഭരണാനുമതികളും തുടർ നടപടികളും അടിയന്തരമായി സ്വീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി പ്രദേശവാസികളുടെയും ഇതുവഴി കടന്നുപോകുന്ന യാത്രികരുടെയും നിരന്തരമായ ആവശ്യമാണ് കേച്ചേരിയുടെ വികസനം. കേച്ചേരിയുടെ വികസനം സംബന്ധിച്ചുള്ള ആവശ്യത്തിനൊപ്പം പാവർട്ടി ഗ്രാമപഞ്ചായത്തിലെ പെരിങ്ങാട് പുഴയെ വനഭൂമിയായി പ്രഖ്യാപിച്ച നോട്ടിഫിക്കേഷൻ അടിയന്തരമായി പിൻവലിക്കണമെന്നും വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഉപ്പുപടന്ന മുതൽ വാടാനപ്പള്ളി സെന്റർ വരെയുള്ള സർവീസ് റോഡ് നിർമ്മാണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. മണലൂർ മണ്ഡലത്തിന്റെ വികസനത്തിനും ജനങ്ങളുടെ ദീർഘകാല ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനുമായി ഈ വിഷയങ്ങളിൽ അടിയന്തര ഇടപെടൽ നടത്തി അനുകൂല നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് MLA അഭ്യർത്ഥിച്ചു. കുന്നംകുളത്ത് ബേക്കറിയിൽ മോഷണം. പൂട്ട് തകർത്ത് 1,500 രൂപയും വാട്ടർ ബോട്ടിലുകളും കവർന്നു. പുതിയ ബസ് സ്റ്റാൻഡ് മുൻവശത്തുള്ള ഫാമിലി ബേക്കറിയിലാണ് കവർച്ച നടന്നത്. കണ്ടാണശ്ശേരി സ്വദേശി വെട്ടത്ത് കുണ്ടിലിങ്ങൽ വീട്ടിൽ രഘുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ഇന്ന് പുലർച്ചെ 1:30 മോഷണം നടന്നത്. സ്ഥാപനത്തിന്റെ മുൻവശത്തെ മടക്കാവുന്ന ഇരുമ്പിന്റെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്തു കയറിയത്. സ്ഥാപനത്തിലെ CCTV ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്.
സംഭവത്തിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. കൂലിവേലയ്ക്കായി വിളിച്ചുകൊണ്ടുപോയി തൊഴിലാളിയുടെ സ്വർണ്ണമോതിരവും പണവും കവർന്ന കേസിൽ പ്രതി പോലീസ് പിടിയിലായി. കോഴിക്കോട് പെരുമണ്ണ പൂവാട്ടുപറമ്പ് സ്വദേശി പ്രശാന്താണ് പിടിയിലായത്. വർഷങ്ങളായി ചാവക്കാട് താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിയായ 62 വയസ്സുള്ള എം കുപ്പുസ്വാമിയാണ് തട്ടിപ്പിനിരയായത്. ഇദ്ദേഹത്തിന്റെ 4 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണമോതിരവും 5000 രൂപയുമാണ് പ്രതി കവർന്നത്. 3 പതിറ്റാണ്ടിലധികമായി ചാവക്കാട് സെന്റർ കേന്ദ്രീകരിച്ച് തൊഴിലെടുക്കുന്ന കുപ്പുസ്വാമിയെ പണിയുണ്ടെന്ന് പറഞ്ഞാണ് പ്രതി വിളിച്ചുകൊണ്ടുപോയത്. ചേറ്റുവാ റോഡിൽ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന് സമീപം ചാൽ കീറുന്ന ജോലിയാണ് ഇയാളെ ഏൽപ്പിച്ചിരുന്നത്. പണി തുടങ്ങുന്നതിന് മുമ്പ് കുപ്പുസ്വാമി തന്റെ സ്വർണ്ണമോതിരം ഊരി പണമടങ്ങുന്ന പേഴ്സിൽ വെച്ച് അത് മുണ്ടിൽ പൊതിഞ്ഞ് സമീപത്ത് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ജോലിക്കിടെ കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുപ്പുസ്വാമിയെ മാറ്റി നിർത്തിയ ശേഷം തന്ത്രപൂർവ്വം പേഴ്സും മുണ്ടും എടുത്ത് പ്രതി കടന്നുകളയുകയായിരുന്നു. കുപ്പുസ്വാമിയുടെ പരാതിയിൽ ചാവക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംഭവസ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് പ്രതിയുടെ ചിത്രം ലഭിച്ചത്. തുടർന്ന് ഈ വിവരങ്ങൾ പോലീസ് വിവിധ സ്റ്റേഷനുകളിലേക്ക് കൈമാറിയതോടെയാണ് പ്രതി കോഴിക്കോട് സ്വദേശിയാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇതിനിടെ സ്ഥിരം തട്ടിപ്പുകാരനായ ഇയാളെ എറണാകുളം റെയിൽവേ പോലീസ് പിടികൂടുകയായിരുന്നു. ഭക്തിനിർഭരമായ സമൂഹ സിയാറത്തോടെ പുത്തൻപള്ളി ആണ്ടുനേർച്ചയ്ക്ക് തുടക്കമായി. ഷൈഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ ഗുരുവന്ദ്യരും നുണക്കടവിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരുമായ ഷൈഖ് സൈനുദ്ദീൻ റംലി അവர்களுടെ ഖബർ സിയാറത്തോടെ 116ാമത് നേർച്ചയ്ക്കാണ് തുടക്കമായത്. മഹല്ല് ഖത്തീബ് ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി നേതൃത്വം നൽകി. തുടർന്ന് സമീപ ദർഗകളിലും കൂട്ട സിയാറത്തിനു ശേഷം പുത്തൻപള്ളി മഖാമിൽ സമാപിച്ചു. ഹാഫിൽ അബ്ദുൽ ബാരി ദാരിമി, ഹാഫിൽ സിദ്ദിഖ് ലത്തീഫി, സൈനു തെക്കേപ്പുറം, സൈഫുദ്ദീൻ കപ്പത്തയിൽ, അമീൻ പുലിയഞ്ഞാലിൽ, ഗുൽ മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ഉദ്ഘാടന സമ്മേളനം, സന്നദ്ധാന സംഗമം എന്നിവ നടന്നു. വെള്ളറക്കാട് തേജസ് എഞ്ചിനീയറിംഗ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തെ നവാഗത വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്ന ചടങ്ങ് തേജ് ആരംഭ് 2026 എന്ന പേരിൽ സംഘടിപ്പിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. മാനേജർ PI തോമസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥി കിരൺ മുരളിയെ ആദരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM നൌഷാദ്, PTA വൈസ് പ്രസിഡന്റ് ബെർജിലാൽ, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ സാജൻ ജോസ്, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിൻസ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി കുന്നംകുളം മേഖല 17ാമത് സമ്മേളനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭാ ലൈബ്രറി ഹാളിൽ സജ്ജമാക്കുന്ന ഗംഗാധരൻ നായർ നഗറിൽ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് നടക്കുന്ന സമ്മേളനം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. മേഖലാ പ്രസിഡന്റ് T സോമശേഖരൻ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് രാജേഷ് പല്ലാട്ട് മുഖ്യപ്രഭാഷണം നടത്തും. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ്, ഫെസ്റ്റിവൽ കോർഡിനേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര, ജില്ലാ പ്രസിഡന്റ് AA കുമാരൻ, ആനത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി PM സുരേഷ് എന്നിവർ സംബന്ധിക്കും. വിവിധ ആരാധനാലയ ഉത്സവ ആഘോഷ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് 250ലേറെ പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. മേഖലയിലെ ഉത്സവങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന നിയമങ്ങളിൽ കാലോചിതമായ മാറ്റം വരുത്തുക, ഉത്സവങ്ങളുടെ എഴുന്നള്ളിപ്പുകൾക്കാവശ്യമായ ആനകളെ ലഭ്യമാക്കാനും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ വാങ്ങുന്നതിനുമുള്ള നിയമ തടസ്സം പരിഹരിക്കുക, ഉത്സവ പറമ്പുകളിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള സമയക്രമം പുനഃക്രമീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഭാരവാഹികളായ T സോമശേഖരൻ, AR സുനീഷ്, C പ്രവീൺകുമാർ, AJ ശങ്കരനാരായണൻ, AA ഉദയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
ഗുരുവായൂർ പേരകം സെന്റ് മേരീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ വിൽസൺ കണനായ്ക്കൽ കൊടിയേറ്റ് നിർവഹിച്ചു. ഈ മാസം 15-നാണ് തിരുനാൾ. തിരുനാൾ ദിനം വരെ ദിവസവും രാവിലെ വിശുദ്ധ കുർബാന, ലതീഞ്ഞ നോവേന എന്നിവ ഉണ്ടാകും. കൈക്കാരന്മാരായ CR സണ്ണി, CO സെബാസ്റ്റ്യൻ, ND വിനോയ്, ജനറൽ കൺവീനർ CP വർഗീസ്, ജോയിന്റ് കൺവീനർ TV ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ പൗരോഹിത്യ രജത ജൂബിലിയും ദേവാലയം പുതുക്കി പണിതതിന്റെ രജത ജൂബിലിയും ഇടവക ദിനവും ആഗസ്റ്റ് 9 ഞായറാഴ്ച ആഘോഷിക്കും. സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് ജൂബിലി ഉദ്ഘാടനവും ഡയാലിസിസ് ഫണ്ട് ഉദ്ഘാടനവും നിർവഹിക്കും. ഞായറാഴ്ച വൈകിട്ട് 3:30 ഇടവക വികാരിയും ജൂബിലേറിയനുമായ ഫാദർ ജെയ്സൺ മാറോക്കി മുഖ്യ കാർമ്മികനാകുന്ന ദിവ്യബലിക്ക് ദേവാലയം നവീകരണത്തിന് നേതൃത്വം നൽകിയ ഫാദർ സൈമൺ തേർമഠം സഹകാർമ്മികനാകും. ഇടവകാംഗവും പാവർട്ടി സെന്റ് ജോസഫ് സ്കൂൾ പ്രിൻസിപ്പാളുമായ ഫാദർ ജോസ് കിടങ്ങൻ സന്ദേശം നൽകും. തുടർന്ന് സ്നേഹവിരുന്നിനു ശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മെൽബൺ രൂപത ബിഷപ്പ് എമിരറ്റസ് അഡ്വക്കേറ്റ് മാർ ബോസ്കോ പുത്തൂർ അധ്യക്ഷനാകും. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ ജൂബിലി ആശംസയും ആദരവും നടത്തും. പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഇടവകാംഗങ്ങളായ ജനപ്രതിനിധികൾക്ക് ആദരവ് നൽകും. അതിരൂപത കുടുംബ കൂട്ടായ്മ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ടിങ്കിൽ വാഴപ്പിള്ളി മികച്ച കുടുംബ കൂട്ടായ്മകളെ ആദരിക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും. ചടങ്ങുകൾക്ക് കൈക്കാരന്മാരായ ജോഷി വർഗീസ്, അൽഫോൺസ് മുട്ടത്ത്, MK റെജി, KV ജോയ്, ജനറൽ കൺവീനർ AJ ജോൺസൺ, പ്രോഗ്രാം കൺവീനർ ജോമി ജോൺസൺ, ഏകോപന സമിതി പ്രസിഡന്റ് ജിൻഡോ വിൻസെന്റ്, പ്രതിനിധി യോഗം സെക്രട്ടറി അഡ്വക്കേറ്റ് സോജൻ ജോബ് തുടങ്ങിയവർ നേതൃത്വം നൽകും. പുന്നയൂർകുളം മാഞ്ചിറ പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കുന്നത് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറുമായി NK അക്ബർ MLA ചർച്ച നടത്തി. പാലത്തിന്റെ പുനർനിർമ്മാണത്തിനായി 2.5 കോടി രൂപയുടെ വിശദമായ എസ്റ്റിമേറ്റും റിപ്പോർട്ടും പൊതുമരാമത്ത് പാലങ്ങൾ വിഭാഗം ചീഫ് എഞ്ചിനീയർ സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഈ എസ്റ്റിമേറ്റിന് ഭരണാനുമതി നൽകണമെന്ന് അദ്ദേഹത്തോട് MLA ആവശ്യപ്പെട്ടു. പാലത്തിന് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം അടിയന്തര സംരക്ഷണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നടപ്പിലാക്കിയിരുന്നു. ഇപ്പോൾ ഒരു ദിശയിലൂടെയുള്ള ഗതാഗതം മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. പൊതുജനങ്ങളുടെ സുരക്ഷയും ഗതാഗത സൗകര്യവും ഉറപ്പിക്കുന്നതിനായി മാഞ്ചിറ പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അടിയന്തരമായി ഫണ്ട് അനുവദിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാനുള്ള ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി MLAക്ക് ഉറപ്പു നൽകി. പെരുമ്പടപ്പ്, ചെറവല്ലൂർ, തിരുത്തുമ്മൽ ദ്വീപ് നിവാസികളുടെ ദുരിതത്തിന് പരിഹാരമാകുന്നു. സ്ഥലം സന്ദർശിച്ച KP നൌഷാദ് അലി MLA. മഴ പെയ്താൽ വെള്ളക്കെട്ടിലായി ഒറ്റപ്പെട്ട പെരുമ്പടപ്പ് പഞ്ചായത്തിലെ ചെറവല്ലൂർ തിരുത്തുമ്മൽ ദ്വീപ് പ്രദേശം പൊന്നാനി MLA KP നൌഷാദ് അലി സന്ദർശിച്ചു. പ്രദേശവാസികളുടെ യാത്രാദുരിതത്തിന് അടുത്ത മഴക്കാലത്തിന് മുൻപ് ശാശ്വത പരിഹാരം കാണുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഇവിടെ താമസിക്കുന്ന 15ഓളം കുടുംബങ്ങളാണ് ചെറിയൊരു മഴ പെയ്താൽ പോലും വീടുകളിൽ വെള്ളം കയറി പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലുള്ളത്. വിദ്യാർത്ഥികളും ജോലിക്ക് പോകുന്നവരും ഉൾപ്പെടെയുള്ളവർ അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തെത്താൻ ഏറെ ബുദ്ധിമുട്ടുകയാണ്. നിലവിൽ ഇവർക്ക് യാത്രയ്ക്കായി ഒരു തോണി അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇത് താൽക്കാലിക ആശ്വാസം മാത്രമാണ്. പ്രദേശത്ത് ഒരു വഴിവിളക്ക് പോലും ഇല്ലാത്തതും വലിയ സുരക്ഷാ ഭീഷണിയാകുന്നുണ്ട്. പ്രദേശവാസികളുടെ പ്രധാന ആവശ്യമായ ഉയരമുള്ള പുതിയ റോഡ് നിർമ്മാണം ഉടൻ നടപ്പിലാക്കുമെന്ന് MLA പറഞ്ഞു. ഇതിനായി KLDCയുമായി ബന്ധപ്പെട്ട് 15 ദിവസത്തിനകം എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിലേക്ക് അപേക്ഷ സമർപ്പിക്കും. നാട്ടുകാരുടെ പരാതികൾ നേരിട്ട് കേട്ടറിഞ്ഞ MLA അടുത്ത മഴക്കാലം എത്തുന്നതിന് മുൻപ് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ജനങ്ങളുടെ ദുരിതത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കുമെന്ന് ഉറപ്പു നൽകി. ഇവിടെ ഒരു അടിയന്തര ഇടപെടലുകൾ ആവശ്യമുള്ള ഒരു പ്രദേശമാണ്. അല്ലാത്ത പക്ഷം മഴ കനത്തു കഴിഞ്ഞാൽ ഇവർക്ക് പുറം ലോകവുമായിട്ടുള്ള യാതൊരു ബന്ധവും ഇല്ലാത്ത വണ്ണം ഇവർ ഒറ്റപ്പെടും. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ വ്യത്യസ്തങ്ങളായ പ്രവൃത്തികൾ നടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ പൊന്നാനി ഉൾപ്പെടെയുള്ള കോൾ മേഖലകൾ. ഒരു 10-15 ദിവസത്തിനകത്ത് തന്നെ KLDCയുടെ എഞ്ചിനീയർമാരുമായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ MLA അടക്കം ഇവിടെ വന്ന് ഇതിന്റെ എസ്റ്റിമേറ്റ് എടുക്കുകയും അതൊരു പ്രപ്പോസലാക്കി സർക്കാരിന് മുമ്പാകെ അവതരിപ്പിച്ച് അത് നേടിയെടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും. ഏതായാലും അടുത്ത മഴക്കാലത്തിന് മുമ്പെങ്കിലും ഈ ദുരിതത്തിന് ഒരു അറുതി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി നമുക്കൊക്കെ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം.
ചുണ്ടൽ ഡീപ്പോൾ സ്കൂളിൽ ഫിഫ ഫുട്ബോൾ ലോകകപ്പ് പ്രവചന മത്സര വിജയികളെ സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്നും 252 വിദ്യാർത്ഥികൾ പ്രവചന മത്സരത്തിൽ പങ്കെടുത്തു. ശരിയുത്തരം പ്രവചിച്ച വിജയികളിൽ നിന്നും ഹൈസ്കൂൾ വിഭാഗത്തിൽ എയ്ബൽ കുര്യാക്കോസ്, UP വിഭാഗത്തിൽ നിന്ന് അലൈന ഡാനിയൽ, LP വിഭാഗത്തിൽ നിന്നും PS ഹയ ഫാത്തിമ എന്നിവരെ പ്രിൻസിപ്പാൾ ഫാദർ ഹെബിക് എടപ്പള്ളി, മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി, വനിതാരത്നം അവാർഡ് ജേതാവ് ടീന എഡ്വിൻ എന്നിവർ നറുക്കെടുപ്പിലൂടെ മെഗാ വിജയികളായി തെരഞ്ഞെടുത്തു. ശരിയുത്തരം നൽകിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. ഗാന്ധി ദർശൻ സമിതിയും ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റും നേതൃത്വം നൽകിയ മത്സരങ്ങൾക്ക് കോർഡിനേറ്റർ PV ജോജു, CV ഉണ്ണി, കായികാധ്യാപകൻ KG ഗിരീഷ്, ശ്രീജ പുതുമനക്കൽ, ഫിലോമിന ചാർലി എന്നിവർ നേതൃത്വം നൽകി. രാജ്യതലസ്ഥാനത്ത് ജന്തർ മന്ദിറിൽ സമരം നടത്തിയ വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലണമെന്ന RSS നേതാവ് TG മോഹൻദാസിന്റെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് CPM കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. അരിയന്നൂർ സെന്ററിൽ നടന്ന പൊതുയോഗം CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം PM മുസ്തഫ അധ്യക്ഷനായി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ, ലോക്കൽ സെക്രട്ടറി MV സന്തോഷ്, ഏരിയ കമ്മിറ്റി അംഗം TA ഫൈസൽ, കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ VK ദാസൻ, KG പ്രമോദ്, NS ധനൻ, വിനു ജോൺസൺ, UM ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. BJP വേലൂർ പഞ്ചായത്ത് കുർമാൽ 200-ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുന്ന മുളംകൂട് വെട്ടിമാറ്റണമെന്ന ആവശ്യവുമായി പ്രതിഷേധിച്ചു. സ്കൂൾ കുട്ടികളും വാഹനയാത്രക്കാരും പോകുന്ന വഴിയിൽ വളരെ അപകടാവസ്ഥയിലാണ് മുളംകൂട് നിൽക്കുന്നത്. പ്രതിഷേധ യോഗം എരുമപ്പെട്ടി മണ്ഡലം ട്രഷറർ AP സുജീഷ് ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് സന്തോഷ് പെരുവഴിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. വാർഡ് സെക്രട്ടറി പ്രമേഷ് കുന്നത്ത്, വാർഡ് കൺവീനർ വിപിൻ കുന്നത്ത് എന്നിവർ സംസാരിച്ചു. പുന്നൂർകുളം ആൽത്തറ പനന്തറ PWD റോഡിൽ യാത്രക്കാർക്ക് ഭീഷണിയായി നിന്നിരുന്ന വലിയ മരങ്ങൾ മുറിച്ചുമാറ്റുന്ന നടപടികൾ ആരംഭിച്ചു. കടിക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ ജംഗ്ഷന് സമീപമാണ് യാത്രക്കാർക്കും വലിയ വാഹനങ്ങൾക്കും ഭീഷണിയായി മരങ്ങളുള്ളത്. നിരവധി തവണയാണ് അധികൃതർക്ക് നാട്ടുകാർ ഇത് മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയത്. മരങ്ങളുടെ കൊമ്പുകൾ വളരെ താഴ്ന്ന നിലയിലും ഏതു സമയത്തും പൊട്ടിവീഴും എന്ന അവസ്ഥയിലായിരുന്നു. ഒരു ചെറിയ കാറ്റുണ്ടായാൽ പോലും ഇതിനിടയിലൂടെ വലിച്ചിട്ടുള്ള KSEB ഹൈ ടെൻഷൻ ലൈനിൽ തട്ടി വൈദ്യുതി പോകുന്നത് പതിവാണ്. ഇവിടെ പ്രധാനമായും ഒരു ചേലമരവും ഒരു മാമ്പഴമരവുമാണ് അപകട ഭീഷണിയായി ഉണ്ടായിരുന്നത്. റോഡിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന തെങ്ങ് കഴിഞ്ഞ ദിവസം മുറിച്ചുമാറ്റിയിരുന്നു. ബാക്കിയുള്ളവ ആണ് മുറിച്ചുമാറ്റൽ ആരംഭിച്ചത്. കടിക്കാട് പേരോത്ത് ഗിരിജ ഹരിഹരന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ മുൻപിലുണ്ടായിരുന്ന മരവും ശ്യാംചന്ദിന്റെ കെട്ടിടത്തിന് മുൻപിലുണ്ടായിരുന്ന മരവുമാണ് മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ച് KSEB ലൈൻ ഓഫ് ചെയ്ത് കമ്പികൾ അഴിച്ചുമാറ്റി മുറിച്ചത്. വ്യാഴാഴ്ച രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെ വൈദ്യുതി നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. വടക്കേക്കാട് വേലോസ് മീഡിയ കേബിൾ പ്രവർത്തകരും സ്ഥലത്തെത്തി കേബിളുകൾ അഴിച്ചുമാറ്റി. പ്രദേശത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ സമയങ്ങളിൽ വാഹനങ്ങൾ കടത്തിവിടുന്നതിനും സഹായം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി, വാർഡ് മെമ്പർ AD ധനീബ, PWD ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലണമെന്ന് പറഞ്ഞ RSS നേതാവ് TJ മോഹൻദാസിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPM ചുണ്ടൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. പൊതുയോഗം ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി M പീതാംബരൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ, AV വല്ലഭൻ, CD വാസുദേവൻ, TP റാഫേൽ, ജിഷ സുനിൽകുമാർ, അജയൻ ചോട്ട്ലപ്പാറ എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വേലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരികളുടെ മക്കൾക്ക് 50,000 രൂപ വിവാഹ സമ്മാനവും ഭദ്രം മരണാനന്തര ഫണ്ടും കൈമാറി. ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ അബ്ദുൾ ഹമീദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വേലൂർ യൂണിറ്റ് പ്രസിഡന്റ് CV ബാബു അധ്യക്ഷത വഹിച്ചു. ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായ 2 അംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം മരണാനന്തര ഫണ്ട് കുന്നംകുളം നിയോജക മണ്ഡലം ചെയർമാൻ MK പോൾസണും വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രന് ചേർന്ന് കൈമാറി. വിവാഹ സമ്മാനം യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജിനേഷ് തെക്കേക്കര അംഗങ്ങൾക്ക് കൈമാറി. CS പ്രവീൺ, MK സുധാകരൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട അബ്ദുൾ ഹമീദിനെ യൂണിറ്റ് ജനറൽ സെക്രട്ടറി MM ഫ്രാൻസി പൊന്നാട അണിയിച്ച് ആദരിച്ചു.
RSS നേതാവ് TG മോഹൻദാസിന്റെ പ്രഖ്യാപനത്തിലും അയോധ്യ ക്ഷേത്ര കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ RSSന്റെ പങ്കിലും പ്രതിഷേധിച്ച് CPM തൈക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ചൊവ്വല്ലൂർപ്പടി സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചൊവ്വല്ലൂർപ്പടി തെരുവിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി CJ ബേബി അധ്യക്ഷനായി. TE ജെയിംസ്, PA ശ്രീധരൻ, KS പുഷ്പാകരൻ, KS തൃപ്തി, MB പ്രസാദ്, MP കബീർ എന്നിവർ സംസാരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് തൈവളപ്പിൽ സിദ്ദിഖിന്റെ നിര്യാണത്തിൽ UDF അണ്ടത്തോട് മേഖല അനുശോചന യോഗം ചേർന്നു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് AK മൊയ്തുണ്ണി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ഷാഹിദ് കൊപ്പര അധ്യക്ഷത വഹിച്ചു. CH കലാ സാംസ്കാരിക സമിതി സെക്രട്ടറി AK മുക്താർ, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിമാരായ ഹുസൈൻ, KCM അൻവർ, അസൈനാരകത്ത് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇന്ദിരാഭവൻ GCC സെക്രട്ടറി ഹക്കിം ചന്ദനത്ത്, ഇസ്ഹാഖ് ചാലിൽ, നൌഫൽ ചാലിൽ, TK അബ്ദുറഹ്മാൻ, KM ഷിഹാബ് തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടപ്പടിയിൽ 10 വർഷക്കാലമായി സജീവമായി പ്രവർത്തിച്ചുവരുന്ന മാക്സോൾസ് ക്ലബ്ബ് RCUP സ്കൂളിലേക്ക് കായിക ഉപകരണങ്ങൾ നൽകി. ക്ലബിന്റെ 10ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ബാഡ്മിന്റൺ റാക്കറ്റുകൾ ഉൾപ്പെടെയുള്ള കളിക്കോപ്പുകൾ സമ്മാനിച്ചത്. ക്ലബ് അംഗങ്ങളിൽ നിന്നും സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജോ ഡേവിസ് ഏറ്റുവാങ്ങി. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദിത്യ ബിർള ക്യാപിറ്റലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച തൊഴിൽ മേളയുടെ ഉദ്ഘാടനം കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, അസിസ്റ്റന്റ് സെക്രട്ടറി KS സുജ, ആദിത്യ ബിർള ക്യാപിറ്റൽ ഉദ്യോഗസ്ഥരായ AA റഹീല, PM ഷാനിഹ, NM ഹഫിദ, VV വിനീത തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിൽ മേളയ്ക്കെത്തിയ 100ഓളം യുവതി-യുവാക്കളിൽ നിന്ന് 24ഓളം പേരുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി ജോലി നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 13,360 രൂപ, പവന് 1,06,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 235 രൂപ. ചരമം മന്ദലാംകുന്ന് കിണറിന് പടിഞ്ഞാറ് ഭാഗം പരേതനായ കോട്ടിലിങ്ങൽ കുഞ്ഞുമോൻ ഭാര്യ സൈനബ നിര്യാതയായി. 79 വയസ്സായിരുന്നു. ഖബറടക്കം മന്ദലാംകുന്ന് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. മുഹമ്മദ്, BV, ലൈല, ഇസ്മായിൽ, ആത്തിക്ക, താഹിറ, റിയാസ്, അമീർ എന്നിവർ മക്കളാണ്. ചാലിശ്ശേരി അറക്കൽ ചുങ്കത്ത് പരേതനായ ജോസ് ഭാര്യ മേരി KK നിര്യാതയായി. 80 വയസ്സായിരുന്നു. റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടറാണ് പരേത. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടത്തി. സിജി, സിമി എന്നിവർ മക്കളാണ്. എളവള്ളി ചൂണ്ടപ്പുരയ്ക്കൽ കുമാരൻ മകൻ മോഹൻദാസ് നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. മോഹിനിയാണ് ഭാര്യ. ഉഷ, നീതു, നീത എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് വാഹനങ്ങളിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. പെരുമ്പിലാവ് സ്വദേശിനി 17 വയസ്സുള്ള റിയ ഫാത്തിമ, അയ്യമ്പറമ്പ് സ്വദേശിനി 70 വയസ്സുള്ള തങ്കമണി എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ 14 പേർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. ജീവൻ രക്ഷാ പ്രവർത്തകനായ രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ്. ചാവക്കാട് വരെ രാജേഷിന്റെ മൃതദേഹം എത്തിച്ചത് ഫ്രീസറില്ലാത്ത ആംബുലൻസിൽ. ദീർഘദൂര യാത്രയ്ക്കൊടുവിൽ മൃതദേഹം അഴുകിയ നിലയിലായതോടെ അടിയന്തരമായി ഫ്രീസർ സംവിധാനത്തിലേക്ക് മാറ്റിയത് ചാവക്കാട് വെച്ച്. സംഭവത്തിൽ പ്രതിഷേധമുയരുന്നു. വടക്കേക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ സാമ്പത്തിക പ്രതിസന്ധി. നിക്ഷേപകർക്ക് യാതൊരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ബാങ്ക് പ്രസിഡന്റ് അഷ്റഫ് തറയിൽ. ബാങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് തരണം ചെയ്തു വരികയാണെന്നും ഇതിനായി ഭരണസമിതി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു വരുന്നതായും ബാങ്ക് പ്രസിഡന്റ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.